ദ്രോണ കോച്ചിങ്ങിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ നദികളെ കുറിച്ചാണ്. ഇപ്പോൾ കേരളത്തിൽ 44 നദികളാണ് ഉള്ളത്. ഇതിൽ 40 എണ്ണം മൈനർ നദികളും 4 എണ്ണം മീഡിയം നദികളും ആണ്. മീഡിയം നദികൾ 4 എണ്ണമാണ്, മൈനർ 40 എണ്ണം. ഇതിൽ മീഡിയം നദികളെന്ന് പറയുന്നത് പെരിയാറ്, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ എന്നിവയാണ് മീഡിയം നദികൾ എന്ന് അറിയപ്പെടുന്നത്. മീഡിയം നദികൾ എന്ന് അറിയപ്പെടുന്ന ഏതൊക്കെയാണ്? പെരിയാറ്, ഭാരതപ്പുഴ, ചാലിയാർ, പമ്പ എന്നിവ ആണ്. ഇനി കേരളത്തിലെ നദികളെ കിഴക്കോട്ടൊഴുകുന്നവ, പടിഞ്ഞാറോട്ടൊഴുകുന്നവ എന്നിങ്ങനെ രണ്ടായി തിരിച്ചിരിക്കുന്നു. കിഴക്കോട്ടൊഴുകുന്നവ 3 എണ്ണവും പടിഞ്ഞാറോട്ടൊഴുകുന്നത് 41 എണ്ണവുമാണ്. കിഴക്കോട്ടൊഴുകുന്ന 3 നദികളും പടിഞ്ഞാറോട്ടൊഴുകുന്ന 41 നദികളുമാണ് ഉള്ളത്. കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ. കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ. ഈ കേരളത്തിലെ നദികൾ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിക്കും. കേരളത്തിലെ നദികൾ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? പശ്ചിമഘട്ട മലനിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. കേരളത്തിലെ നദികൾ ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ്? പശ്ചിമഘട്ട മലനിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള 11 നദികൾ കേരളത്തിലുണ്ട്. 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള 11 നദികൾ കേരളത്തിലുണ്ട്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാർ ആണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. അതിന്റെ നീളം 244 കിലോമീറ്റർ ആണ്. ഇത് ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ട നിരയിലെ ശിവഗിരി കുന്നുകളിൽ നിന്നാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ്. നീളം 244 കിലോമീറ്റർ. ഇത് ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ട മലനിരകളിലെ സഖ്യപർവ്വതത്തിലെ ശിവഗിരി മലനിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണെന്ന് ചോദിക്കും. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി പെരിയാറാണ്. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാണെന്ന് ചോദിക്കും. പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദി പെരിയാർ ആണ്. അതുപോലെ ശങ്കരാചാര്യര് പൂർണ്ണ എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന നദിയും പെരിയാറാണ്. ഇപ്പൊ ചൂർണി എന്നറിയപ്പെടുന്ന, പ്രാചീന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദി പെരിയാറാണ്. ശങ്കരാചാര്യര് പൂർണ്ണ എന്ന് വിശേഷിപ്പിച്ചിരുന്ന നദിയും പെരിയാറാണ്. ഈ പെരിയാറിന്റെ പോഷക നദികള് മുല്ലയാറ്, മുതിരപ്പുഴ, പെരിഞ്ഞംകുട്ടി ആറ്, പെരുന്തുറയാറ്, കട്ടപ്പനയാറ്, ചെറുതോണിയാറ്, ഇടമലയാറ് എന്നിവയാണ് ഏതിന്റെ പോഷക നദികൾ? പെരിയാറിന്റെ പോഷക നദികൾ. പോഷക നദികൾ ഏതൊക്കെയാണ്? മുല്ലയാറ്, മുതിരപ്പുഴയാറ്, പെരിഞ്ഞംകുട്ടിയാറ്, പെരുന്തുറയാറ്, കട്ടപ്പനയാറ്, ചെറുതോണിയാറ്, ഇടമലയാറ് എന്നിവയാണ് പോഷക നദികൾ. ഏതിന്റെ? പെരിയാറിന്റെ പോഷക നദികൾ. ഇനി പെരിയാറിന്റെ പോഷക നദികളിൽ ആദ്യം പെരിയാറിൽ പതിക്കുന്ന നദി ഏതാണെന്ന് ചോദിക്കും. അത് മുല്ലയാറ് ആണ്. മുല്ലയാറാണ് ആദ്യം പെരിയാറിൽ പതിക്കുന്ന പോഷക നദി എന്ന് പറയുന്നത്. ഇനി പെരിയാറിൽ സ്ഥിതി ചെയ്യുന്ന ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. പെരിയാറിൽ സ്ഥിതി ചെയ്യുന്ന ജലവൈദ്യുത പദ്ധതികൾ അത് ഇടുക്കി ജലവൈദ്യുത പദ്ധതി, പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി, ചെങ്കുളം ജലവൈദ്യുത പദ്ധതി, പന്നിയാർ ജലവൈദ്യുത പദ്ധതി, നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി, അതുപോലെ ലോവർ പെരിയാർ ജലവൈദ്യുത പദ്ധതി എന്നിവയാണ് പെരിയാറിൽ സ്ഥിതി ചെയ്യുന്ന ജലവൈദ്യുത പദ്ധതികൾ. പെരിയാറിൽ സ്ഥിതി ചെയ്യുന്ന ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണ്? ഇടുക്കി, പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേര്യമംഗലം, ലോവർ പെരിയാർ എന്നിവയാണ് പെരിയാറിൽ സ്ഥാപിച്ചിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികൾ. ഇനി കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് ഡാമായ മാട്ടുപ്പെട്ടി ഡാം നിർമ്മിച്ചിരിക്കുന്നത്
മാട്ടുപ്പെട്ടി ഡാം നിർമ്മിച്ചിരിക്കുന്നത് പെരിയാറിൽ ആണ്. ഇപ്പോൾ കോൺക്രീറ്റ് ഡാമാണ് മാട്ടുപ്പെട്ടി ഡാം കേരളത്തിലെ. അത് നിർമ്മിച്ചിരിക്കുന്നത് എവിടെയാണ്? പെരിയാറിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മാട്ടുപ്പെട്ടി ഡാം നിർമ്മിച്ചിരിക്കുന്നത് എവിടെയാണ്? പെരിയാറിൽ ആണ്. ഇനി മുല്ലയാറും പെരിയാറും തമ്മിൽ സംഗമിക്കുന്ന സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന ഡാം ഏതാണെന്ന് ചോദിക്കും. അത് മുല്ലപ്പെരിയാർ ഡാം ആണ്. ഇവിടെയാണ് മുല്ലയാറിന്റെയും പെരിയാറിന്റെയും സംഗമ സ്ഥാനത്ത് നിർമ്മിച്ചിരിക്കുന്ന ഡാം ഏതാണെന്ന് ചോദിക്കും. മുല്ലപ്പെരിയാർ ഡാം ആണ്. അപ്പൊ മാട്ടുപ്പെട്ടി ഡാം പെരിയാറിലാണ് നിർമ്മിച്ചിരിക്കുന്നത്, കോൺക്രീറ്റ് ഡാമായ മാട്ടുപ്പെട്ടി ഡാം. അതുപോലെ മുല്ലയാറും പെരിയാറും സംഗമിക്കുന്ന സ്ഥാനത്ത് നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ മൂന്നാറിൽ സംഗമിക്കുന്ന നദികളുണ്ട്. മൂന്നാറിൽ 3 നദികൾ സംഗമിക്കുന്നു. അതുകൊണ്ടാണ് മൂന്നാർ എന്ന പേര് വന്നത്. മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള. മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നീ നദികൾ എവിടെ സംഗമിക്കുന്നു? മൂന്നാറിൽ സംഗമിക്കുന്നു. ഇനി പെരിയാറ്, മംഗലപ്പുഴ, മാർത്താണ്ഡൻപുഴ എന്നിങ്ങനെ 2 നദികളായി പിരിയുന്നത് എവിടെ വെച്ചാണെന്ന് ചോദിക്കും. മംഗലംപുഴ, മാർത്താണ്ഡൻപുഴ എന്നിങ്ങനെ പെരിയാർ 2ആയി പിരിയുന്നത് എവിടെ വെച്ചാണ് ചോദിക്കുക. ആലുവയിൽ വെച്ച്. ആലുവയിൽ വെച്ചാണ് ഇത് 2ആയി പിരിയുന്നത്. ഇനി പെരിയാർ ഒഴുകുന്നത് ഏതൊക്കെ ജില്ലകളിലൂടെയാണ് എന്ന് ചോദിക്കും. പെരിയാർ ഒഴുകുന്നത് ഇടുക്കി, എറണാകുളം ജില്ലകളിലൂടെയാണ്. ഇടുക്കി, എറണാകുളം ജില്ലകളിലൂടെയാണ് പെരിയാർ ഒഴുകുന്നത്. ഈ നദികളെ കുറിച്ചുള്ള ബാക്കി വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കുന്നതാണ്. ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.